സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയില് ഒടുവിൽ ശ്രുതിയെ ആന്റണി വിളിക്കുവാണ്. ആന്റണി വിളിച്ചിട്ട് ചോദിച്ചു, എന്തായ കാര്യങ്ങളൊക്കെ, വീഡിയോ ഒക്കെ കിട്ടിയോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ശ്രുതിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. കാരണം ശ്രുതിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം എന്നൊക്കെ വിചാരിച്ച, പക്ഷെ അത് വെറുതെ ആയിപ്പോയി. എങ്ങനെ അടിച്ചു മാറ്റാനാ? സച്ചിയുടെ ഫോൺ കൈ കിട്ടിയാലേ അടിച്ചു മാറ്റാൻ പറ്റുള്ളൂ. സച്ചിൻ രേവതിയും കൂടെ പോവുകയും ചെയ്തു. പിന്നീട് ശ്രുതി പറഞ്ഞു, കിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ആന്റണി പറഞ്ഞു, എത്രയും പെട്ടെന്ന് കൊണ്ടേ തരുവാണെങ്കിൽ അത്രയും പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവാം. അറിയാലോ, നവീൻ ദാസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു, ശരി, എന്നെ കൊണ്ട് പറ്റുന്നത്ര മാക്സിമം സ്പീഡിൽ തന്നെ ഞാൻ ആ വീഡിയോ കൈക്കലാക്കി ആന്റണിക്ക് തരാം എന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് ശ്രുതി കോള് കട്ട് ചെയ്യുന്നത്. അതേ സമയത്ത് സച്ചിൻ രേവതിയും കൂടെ പൂവണ്ട കൊടുക്കാനായിട്ട് പോവാണ്. അപ്പൊ രേവതിക്ക് വയ്യാത്തോണ്ട് സച്ചിയാണ് സ്കൂട്ടിയൊക്കെ ഓടിക്കുന്നത്. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പൂവണ്ട കൊടുത്തു. അതിനുശേഷം സച്ചി രേവതിയോട് പറഞ്ഞു, അതെ, നമുക്കൊരു ചായ കുടിച്ചാലോ എന്ന് ചോദിച്ചു. എനിക്ക് വേണ്ട സച്ചേട്ടാ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രേവതിയും കൂട്ടിക്കൊണ്ട് ഒരു ചെറിയൊരു ചായക്കടയിലേക്ക് വന്നു. പിന്നീട് ചായ ഓർഡർ ചെയ്യുവാണ്. ആ സമയത്തൊക്കെ രേവതി വല്ലാതെ വിഷമിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ടേ. എന്താ രേവതി, നിനക്ക് എന്ത് പറ്റീന്ന് ചോദിച്ചു. ഒന്നുമില്ല, എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്താന്ന്. ഇന്നലെ ശ്രുതി വന്ന് പറഞ്ഞ കാര്യം ഓർത്തിട്ടാണോ? കഷ്ടകാല സമയാന്ന്. അതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട, ഒരു കഷ്ടകാലവും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോഴേക്ക് അയാള് ചായ കൊണ്ട കൊടുത്തു. അങ്ങനെ രേവതിയോട് സച്ചിയോടും ചായ കുടിക്കാൻ പറയാണ്. അങ്ങനെ ചായയും വടയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. എന്റെ രേവതി, ഇത്ര നല്ല ടേസ്റ്റ് വലിയ 3 സ്റ്റാർ ഹോട്ടലിൽ പോയിരുന്ന് കഴിച്ചാൽ കിട്ടുമോ? കണ്ടില്ലേ എന്ത് രുചിയാന്ന് നോക്കിയേ ഈ ചായക്കും വടയ്ക്കും എന്നൊക്കെ പറഞ്ഞു. രേവതി പക്ഷെ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. രേവതിയുടെ മനസ്സിൽ ഇനി എന്തെങ്കിലും ദുരന്തം സംഭവിക്കുമോ എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു. ആ സമയത്ത് ആന്റണിയും കൂട്ടരും അതിലൂടെ വരുന്നേ. അങ്ങനെ അവര് നോക്കിക്കഴിഞ്ഞപ്പോ രേവതി സച്ചിയും കൂടെ സന്തോഷത്തോടെ ഒന്ന് ചായയൊക്കെ കുടിച്ചു വയ്ക്കുന്നു. ഇവൾക്കിട്ട് ഒരടി കൊടുത്തിട്ട് ഇവൾക്ക് ഒരു കൂസലില്ല. കണ്ടില്ലേ എന്ന് രണ്ടുപേരും കൂടെ സന്തോഷത്തോടെ നിൽക്കുന്നേ. എന്റെ കൈ തല്ലി ഓടിക്കാൻ വന്നവനാ സച്ചി, ഇവനെ അങ്ങനെ വെറുതെ വിട്ടുകൂടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൂട്ടത്തിലെടുത്ത ചോദിച്ചു, അല്ല എന്താ ഏട്ടാ ചെയ്യാൻ പോന്നെ എന്താന്നോ? നല്ല പണി തന്നെ കൊടുക്കണം. ഇവരുടെ സന്തോഷം തല്ലിക്കെടുത്തണം. ഈ സന്തോഷം തല്ലിക്കെടുത്താൻ വേണ്ടിയില്ലേ നമ്മൾ ഈ പ്രയത്നമൊക്കെ നടത്തിയത്. ഇവരങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് ആന്റണി കൂട്ടുകാരനോട് പറഞ്ഞു. ഇത്തിരി സമയം കഴിഞ്ഞപ്പോ രേവതി സച്ചി ചായയൊക്കെ കുടിച്ച് അങ്ങനെ സ്കൂട്ടി എടുത്തോണ്ട് അവരും കൂടെ പോവാണ്. ആ സമയത്ത് ആന്റണിയും കൂട്ടുകാരും കാറിലേക്ക് കയറി. ആ സമയത്ത് ആന്റണി പറഞ്ഞു, പോകുന്ന പോക്കിന് അവരെ ഇടിച്ച് താഴെ ഇടണമെന്ന് പറയണം, 2 കൊടുക്കണം. എന്റെ കൈ ഇപ്പോഴും എനിക്ക് നല്ല വേദനയുണ്ട്, അതെന്റെ മനസ്സിൽ കൂടെ കിടക്കുക. 2 വെറുതെ വിടാൻ പാടില്ലെന്ന് പറയണം. ആന്റണിക്ക് അറിയാം, നേരെ ചെന്ന് സച്ചിയോട് മുട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ഇടി കിട്ടുമെന്ന്. അപ്പൊ ഇങ്ങനെയൊക്കെയല്ലേ പ്രതികാരം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആന്റണിയുടെ കൂട്ടാളി എന്ത് ചെയ്തു, കാറെടുത്തു. എടാ ഇത്ര നല്ല സ്പീഡ് വിടാൻ പറയണം. പക്ഷെ സച്ചിയോ രേവതിയോ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് സച്ചി വെച്ച്, എന്താ രീതി നീ മിണ്ടാത്തേന്ന് ചോദിച്ചു. ഒന്നുമില്ല സച്ചിയേട്ടാ, നിന്റെ മനസ്സിലെ ആ ടെൻഷൻ എതിരായിട്ട് മാറിയിട്ടില്ലല്ലേ, നീ എന്തിനാ പേടിക്കണേ? ഒരാപത്ത് സംഭവിക്കാൻ പോകുന്നില്ലെന്നേ, നമുക്ക് കഷ്ടകാല സമയം എന്നൊക്കെ ആ ശ്രുതി വെറുതെ പറഞ്ഞതാ. അത് കേട്ടപ്പോ രേവതി പറഞ്ഞു, എനിക്ക് നല്ല പേടിയുണ്ട് സച്ചിയേട്ടാ, ഒത്തിരി സ്പീഡിലൊന്നും വണ്ടി വിടണ്ട. നീ എന്തിനാ പേടിക്കണേ? ഞാനല്ലേ ഡ്രൈവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. സ്കൂട്ടി ഓടിക്കണേ. എന്നാലും സച്ചേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യമുണ്ട്. കാരണം സച്ചേട്ടനോടൊപ്പം എവിടെ പോയാലും എനിക്ക് നല്ല ധൈര്യമാണ്. പക്ഷേങ്കിൽ സച്ചേട്ടൻ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് പേടി. ഒറ്റയ്ക്ക് പോകുമ്പോൾ എനിക്കെന്താ, അല്ല സച്ചേട്ടൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ തിരികെ വരുന്നോടം വരെ എനിക്ക് പേടിയായിരിക്കും. കാരണം ഡ്രൈവ് ചെയ്യുന്നതല്ലേ, എന്തെങ്കിലും അപകടം സംഭവിക്കുമോ, എനിക്ക് പിന്നെ പ്രാർത്ഥന ഉണ്ടായിരിക്കുള്ളൂ എന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, അതങ്ങനെ വേണം, പ്രാർത്ഥനയൊക്കെ വേണം, പക്ഷെ ഓവറായിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, സച്ചേട്ടൻ അത് പറയാം, വീട്ടിലിരിക്കുന്ന ഭാര്യമാർക്ക് അവരുടെ വിഷമം അറിയത്തുള്ളൂ, ഭർത്താക്കന്മാർക്ക് ഇതൊക്കെ നിസ്സാരമായിരിക്കും എന്ന് പറഞ്ഞു. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന് രേവതിയോട് പറഞ്ഞു. ഈ സമയത്ത് പിന്നാലെ തന്നെ ആന്റണിയും കൂട്ടരുണ്ട്. ആന്റണി പറഞ്ഞു, ഇത്രയുടെ സ്പീഡ് വിടാ, വെറുതെ വിടാൻ പാടില്ല. അവനിട്ട് ഒരു പണി കൊടുക്കാണ്ട് കുറെ കാലമായി ഞാൻ കാത്തിരിക്കുന്നേ. ഇപ്പൊ ശരത്ത് നമുക്ക് നേരെ തിരിഞ്ഞു. ശരത്തും സച്ചിയും കൂടെ ഒരു കാരണവശാലും ഒന്നാൻ പാടില്ല, അത് നമുക്ക് ദോഷം ചെയ്യും. അതിനു മുമ്പ് ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇതൊരു അപകടം വന്ന കാണുന്ന ആർക്കും തോന്നാൻ പാടുള്ളൂ. ഇടിച്ചിട്ടിട്ട് നമ്മള് വണ്ടി നിർത്താതെ പോയിക്കോണം, നിർത്തിയാലേ പ്രശ്നമുള്ളൂ. അത് കേട്ടപ്പം ആന്റണിയുടെ കൂട്ടാളി പറഞ്ഞു, അതൊക്കെ ഞാൻ ഏറ്റിയേട്ടാന്ന് പറയണം, എന്നാ ഇത്തിരിയുടെ സ്പീഡ് വിടാൻ പറയണം. അങ്ങനെ രേവതിയെ സച്ചിയെ ഫോളോ ചെയ്ത് അവര് വരുവാണ്. ഈ സമയത്ത് രേവതി സച്ചിയും പല പല വിശേഷങ്ങളൊക്കെ പറഞ്ഞാണ് പോരുന്നത്. കുറച്ച് ദൂരം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സച്ചിക്ക് തോന്നി പുറയിലൊരു കാർ കുറെ സമയമായിട്ട് വരുന്നുണ്ട്, നല്ല സ്പീഡിലാണ് വരുന്നത്. ഇങ്ങനെ സ്പീഡ് വന്നാൽ ശരിയാകത്തില്ലോന്ന്. അപ്പോഴേക്ക് സച്ചി രേവതിയോട് പറഞ്ഞു, രേവതി നീ നന്നായിട്ട് പിടിച്ചിരുന്നോണെന്ന് പറഞ്ഞു. ശരി, ഞാൻ പിടിച്ചൊക്കെ സച്ചിയായിട്ട് ഇരിക്കണേന്ന് പറഞ്ഞു. പെട്ടെന്ന് സച്ചി എന്ത് ചെയ്തു, കാറില സ്കൂട്ടി ഒന്ന്
വെട്ടിച്ച് സൈഡിലേക്ക് റോഡിന്റെ സൈഡിലേക്ക് മാറ്റുകയാണ്. ആ സമയത്ത് പുറേ തന്റെ ആന്റണിയും കൂട്ടിട്ടുണ്ടായിരുന്നു. ഇടിച്ചില്ലെന്ന മട്ടിലാ വന്നത്. പെട്ടെന്ന് കാറ് സഡൻ ബ്രേക്ക് ഇട്ട് പിന്നെ നിർത്തിയില്ല. സഡൻ ബ്രേക്ക് ഇട്ട് പെട്ടെന്ന് തന്നെ കാറ് കൊടുത്തോണ്ട് അവര് പോയി. അപ്പോഴേക്കും രേവതി പറഞ്ഞു, എന്താ സച്ചേട്ടാ അതെന്ന്. അതെ, നമ്മൾ ഇങ്ങോട്ടേക്ക് വണ്ടി മാറ്റിയില്ലായിരുന്നെങ്കിലുണ്ടല്ലോ, സ്കൂട്ടി മാറ്റിയില്ലായിരുന്നെങ്കിൽ അവന്മാര് നമ്മളെ ഇടിച്ചിട്ടിട്ട് പോയാനോന്ന് പറഞ്ഞു. ഇടിച്ചിട്ടിട്ടോ? അതേന്നേ, അവന്മാരെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, നീ ഇവിടെ നിൽക്കുക, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു. വേണ്ട സച്ചേട്ടാ, ഇനി അവന്മാരുടെ പിന്നാലെ ഒന്നും പോകണ്ടാന്ന് പറഞ്ഞു. അതെന്താ? അവന്മാര് ചിലപ്പോ വല്ല വെള്ളം അടിച്ചിട്ടായിരിക്കും, മദ്യപിച്ചിട്ടായിരിക്കും വണ്ടി ഓടിച്ചിരിക്കുന്നത്. അതെ, മദ്യപിച്ചിട്ടാണെങ്കിൽ നേരെ വണ്ടി ഓടിക്കണ്ടേ? എന്താ പറഞ്ഞേ? മദ്യപിച്ചിട്ടാണെങ്കിൽ നേരെ വണ്ടി ഓടിക്കണ്ടേന്നാ? ഇത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞ, അല്ല അത് പിന്നെ, ഓഹോ, അപ്പൊ മദ്യപിച്ച് വണ്ടി ഓടിക്കാന്നാണോ സച്ചേട്ടൻ പറയുന്നത്? അല്ല, അത് ഞാന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സച്ചേട്ടൻ അങ്ങനെ മദ്യപിച്ച് വണ്ടി ഓടിച്ചാണ്ടല്ലോ. അല്ല രേവതി, ഞാൻ ഇന്ന് വരെ മദ്യപിച്ചിട്ട് വണ്ടി എവിടെയെങ്കിലും കൊണ്ട് ഇടിപ്പിച്ചായിട്ട് നീ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. മദ്യം കുടിച്ചാൽ വയറ്റി കിടക്കണം. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, മദ്യം കുടിച്ചിട്ട് വണ്ടി ഓടിക്കൊന്നും വേണ്ട. സച്ചി പറഞ്ഞു, ഇനി നമ്മൾ തമ്മിൽ ഇവിടെ കിടന്നൊരു തർക്കം വേണ്ട. അതെ, കഷ്ടകാലം വന്ന വഴി അങ്ങോട്ട് പോയി, ഇതായിരിക്കും ചിലപ്പം ആ കഷ്ടകാലം. ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ, സമാധാനത്തോടെ വീട്ടിലേക്ക് പോകാലോ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ രേവതി പറഞ്ഞു, ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം രേവതി കണക്ക് കൂട്ടുവാണ് അന്നത്തെ പൂക്കച്ചവടത്തെ കുറിച്ചൊക്കെ. അങ്ങനെ കണക്കെല്ലാം കൂട്ടിക്കഴിഞ്ഞപ്പോ സച്ചിയോട് പറഞ്ഞു, അതെ, എല്ലാ ചെലവുകളും കഴിഞ്ഞ് 3000 രൂപ ലാഭം ഉണ്ടെന്ന് പറയണ. സച്ചി പറഞ്ഞു, 3000 രൂപ ലാഭം അതേന്ന് പറയണ. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, പിന്നെ ഒരു കാര്യമുണ്ട്. എന്താ? പൂ കെട്ടുന്ന സമയത്തെ നിനക്ക് ആഹാരമൊക്കെ വാരിത്തന്നാരാ? ഞാനല്ലേന്ന് ചോദിച്ചു. അത് പിന്നെ സ്നേഹം കൊണ്ടല്ലേ സച്ചേട്ടാ? അതെ, സ്നേഹം കൊണ്ടാണെങ്കിലും അതിന് എനിക്കും വേണം ക്യാഷൊക്കെ എന്ന് പറയണ. നിന്നെ ഹെൽപ്പ് ചെയ്ത് ഞാനല്ലേ. ഇതിനകത്ത് കുറച്ച് പൈസയ്ക്ക് എനിക്കും അർഹതയുണ്ട്. പിന്നെ സ്കൂട്ടി ഓടിച്ചോണ്ട് പോയ ആള് ഞാനില്ലെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, സച്ചിയാണ് ആള് കൊള്ളാലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അതെ, ബാക്കി പൈസ എടുത്തു വെക്കുക, നമുക്കേ അടുത്ത ആഴ്ച നമുക്കൊരു സിനിമ കാണാൻ പോവാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രേവതി ചോദിച്ചു, സിനിമ കാണാനോ? ആഹാ, കൊള്ളാലോ, സച്ചിയുടെ ആഗ്രഹം കൊള്ളാലോ എന്ന് പറയണം. സച്ചി പറഞ്ഞു, ഇപ്പോഴല്ലേ നമുക്ക് ആഗ്രഹമൊക്കെ നിറവേറ്റാൻ പറ്റുള്ളൂ, നമുക്ക് എന്താണല്ലോ അടുത്ത ആഴ്ച സിനിമ കാണണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, സച്ചേട്ടാ, എന്റെ മനസ്സിൽ ആ ആഗ്രഹമൊന്നും അല്ല, എത്രയും പെട്ടെന്ന് തന്നെ റൂം പണിയണം. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ ഒരു മുറി പണിയാന്നുള്ളേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കുടുക്കയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ കുടുക്കകത്ത് ഈ പൈസ ഇടുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ആഗ്രഹം നിറവേറ്റാൻ പറ്റുമെന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, എന്നും പറഞ്ഞോണ്ട് നമ്മൾ ജീവിതം കുറച്ചൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണ്ടേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ രേവതി പറഞ്ഞു, എൻജോയ് ചെയ്യാം, നമ്മളൊരു മുറി പണിയട്ടെ. മുറി പണിത് കഴിയുമ്പോ അടുത്ത ആഗ്രഹമാവും. അങ്ങനെ ഇങ്ങനെ ആഗ്രഹം നീണ്ടുപോകും. മനുഷ്യന്റെ ആഗ്രഹത്തിന് മാത്രം പഞ്ഞുവരല്ലോ. ഒരെണ്ണം തീർന്നു കഴിയുമ്പോ ഓർക്കും അത് തീർന്നു, ഇനിയിപ്പൊ അടുത്തതെന്ന് പറയും, അതും കൂടെ ഉള്ളെന്ന് ഓർക്കും. പക്ഷെ അതിനൊരു പഞ്ഞം ഉണ്ടാകത്തില്ല. പിന്നെ ആഗ്രഹത്തിന്റെ പിന്നാലെ നമ്മൾ പാഞ്ഞുകൊണ്ടിരിക്കും. ഇതിനിടയ്ക്ക് നമ്മൾ ജീവിക്കാൻ പോലും മറന്നു പോകുന്നു പറയണം. ഇങ്ങനെ വീണ് കിട്ടുന്ന ചെറിയ ചില ഇടവേളകളുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നിറവേറ്റി പോണെന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, എനിക്കും അത് ആഗ്രഹമുള്ള കാര്യമാണ്. പക്ഷെ സച്ചേട്ടൻ അറിയാലോ, പണത്തിന് പണം തന്നെ വേണം. എത്രയും പെട്ടെന്ന് തന്നെ മുറി പണിയുവാണെങ്കിൽ നമുക്ക് ഈ ഹാളിൽ കിടപ്പും ടെറസിൽ പോയി കിടപ്പൊക്കെ ഒഴിവാക്കല്ലോ സച്ചേട്ടാ. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, എനിക്കും ആഗ്രഹമുണ്ട്, എന്ത് ചെയ്യാനാന്ന് പറ. കല്യാണം കഴിഞ്ഞ പിന്നെ സ്വാതന്ത്ര്യം പോകും. കല്യാണത്തിന് മുമ്പാണെങ്കിൽ ആരോടും ചോദിക്കണ്ട, സിനിമ കാണണേ കാണാം, മദ്യപിക്കണേ മദ്യപിക്കാം, ഇഷ്ടം പോലെ നടക്കാം, നല്ല സ്വാതന്ത്ര്യമായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോ രേവതി ചോദിച്ചു, ഓഹോ, അപ്പൊ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണോ സച്ചേട്ടന്റെ സ്വാതന്ത്ര്യം എല്ലാം പോയെന്ന് ചോദിച്ചു. അല്ല, അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സച്ചേട്ടന്റെ സംസാരം കേട്ടാ തോന്നൂല അങ്ങനെയാന്ന്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോ സച്ചേട്ടന്റെ സ്വാതന്ത്ര്യം പോയി, സ്വാതന്ത്ര്യം മൊത്തം ഞാൻ പിടിച്ചെടുത്തെന്ന്. ഏയ്, അങ്ങനെയൊന്നുമില്ല രേവതി. പിന്നെ സച്ചേട്ടൻ ഇപ്പൊ എന്തുദ്ദേശാ പറഞ്ഞത്? അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, അത് പിന്നെ അതെ, ഇപ്പോഴിങ്ങനെയൊക്കെ തോന്നും, കല്യാണം കഴിക്കേണ്ട, സ്വാതന്ത്ര്യമാണ് പ്രധാനം, എങ്ങനെ വേണേലും നടക്കാലോ, ആരും ചോദിക്കാനില്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷെ ഒരു 10-60 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനുവേ ഈ സ്വാതന്ത്ര്യമായിരിക്കും ഒരു പ്രശ്നം. താങ്ങാൻ ആളില്ലാതെ വന്നു കഴിയുമ്പോഴത്തേനുവേ, ഒരു കൂട്ടില്ലാതെ വന്നു കഴിയുമ്പോൾ തോന്നും, ഓ, ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും. ഇത് കേട്ടത് സച്ചി പറഞ്ഞു, അയ്യോ, ഞാൻ നമ്മിച്ചു തന്നിരിക്കുന്നു, ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, ഞാൻ സച്ചേട്ടന് അങ്ങനെ കുറ്റപ്പെടുത്തി പറഞ്ഞൊന്നും അല്ല സച്ചേട്ടാ. പൊതുവെ എല്ലാവർക്കും ഒരു തോന്നലുണ്ടാവും, കല്യാണം കഴിഞ്ഞ് പ്രാരാബ്ദമൊക്കെ ആയി കഴിയുമ്പോൾ കല്യാണം കഴിക്കണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം കുറെ കാലം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവർ ചിന്തിക്കും എന്ന് പറയണം, ഈ ആരെങ്കിലും ഒരാളുണ്ടായിരുന്നെങ്കിലോ, ഒന്നും മിണ്ടി പറഞ്ഞിരിക്കാൻ ഒരു കൂട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു സമയം വരും. അപ്പൊ എഴുന്നേറ്റ് നടന്നു പോകാൻ പറ്റാത്തൊരു സമയമൊക്കെ ആയിരിക്കുമല്ലോ, വടിയും കുത്തി വീട്ടിലിരിക്കുന്ന സമയമായിരിക്കും. ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, ഇപ്പൊ എന്താ വേണ്ടത്? ആ പൈസ കുടിക്കകത്തിരുന്നു, ഇതല്ലേ ഉള്ളൂ. രേവതി പറഞ്ഞു, സച്ചാന്റെ ഇഷ്ടം പോലെ എന്താണെന്ന് ചെയ്തു. അയ്യോ, എനിക്കൊരു ഇഷ്ടമില്ലേ, കുടിക്കകത്ത് ഇട്ടാ മതി ആ പൈസ, അത് മാത്രം മതി എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതി ചിരിച്ചു. സച്ചി പറഞ്ഞു,
നിന്റെ ഇഷ്ടമല്ലേ എൻ്റെ ഇഷ്ടം, നമുക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് നീ എന്ത് പറഞ്ഞാലും നല്ല നല്ല കാര്യങ്ങളാണെങ്കിൽ ഞാൻ അനുസരിക്കുക തന്നെ ചെയ്യുമെന്ന് സച്ചി പറഞ്ഞു. അത് കേട്ടപ്പം രേവതിക്ക് സന്തോഷമായി. ആ സമയത്ത് ശ്രുതി ചില കണക്കൂട്ടുകളൊക്കെ മനസ്സിൽ നടത്തുവാണ്. എത്രയും പെട്ടെന്ന് ആ ഫോൺ അടിച്ചു മാറ്റണം. ആ ഫോൺ കിട്ടുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ ശരിയാവും. ഇനി ഒരു കാരണവശാലും ആദ്യം ദത്തെടുക്കാനൊന്നും പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയും കൂടി ചെല്ലത്തില്ല. കാരണം ഇത് പുറത്തറിയുന്നതോട് കൂടിയിട്ട് രേവതിയുടെ സച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. തന്റെ അമ്മായിമ്മ അങ്ങനെ വെറുതെ ഇരിക്കുവോ? ഇല്ല, രണ്ടെണ്ണത്തിനെ ഇവിടുന്ന് അടിച്ചു വെളിയിൽ കളയുള്ളൂ. ഇത്രയും കാലം സച്ചി ഇത് മറച്ചു വെച്ചാനുള്ള ശിക്ഷ സച്ചിക്ക് കിട്ടുകയും ചെയ്യും. എത്രയും പെട്ടെന്ന് ആ വീഡിയോ എടുത്ത് എല്ലാവരും കാണിക്കണം. ആ ഒരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സിലുണ്ടായിരുന്നേ. പിറ്റേ ദിവസം സച്ചി എഴുന്നേറ്റു. ഈ സമയത്ത് ശ്രുതി അവിടെ പമ്മയെന്ന് നോക്കുവാണ്. അങ്ങനെ സച്ചി എഴുന്നേറ്റ് സമയം നോക്കൂ. അയ്യോ, 8 മണിയായോ? രാവിലെ ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞാ ഇവളെന്താ വിളിക്കായിരുന്നേ? രേവതിയെ വിളിക്കുവാണ്. രേവതി അങ്ങോട്ടേക്ക് വന്നു. എന്താ സച്ചേട്ടാ? എടി, നിന്നോട് ഞാൻ രാവിലെ വിളിക്കണമെന്ന് പറഞ്ഞല്ലേ? എനിക്ക് ഓട്ടം ഉണ്ടായിരുന്നല്ലേ? എന്നിട്ട് നീ എന്താ എന്നെ വിളിക്കാതിരുന്നേ? എന്റെ സച്ചേട്ടാ, എത്ര വട്ടം ഞാൻ വന്ന് വിളിച്ചു. 5 മിനിറ്റ് എന്ന് പറഞ്ഞ് കിടന്നുറങ്ങിയ ആളാ ആരാ? സച്ചേണ്ണല്ലേ, ഞാൻ ആണോന്ന് ചോദിച്ചു. ഓഹ്, എന്ത് ചെയ്യാനാ? സച്ചി എന്ത് ചെയ്തു? ആ ഫോണും അവിടെ വെച്ചിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോവുകയാണ്. രേവതിയോട് പറഞ്ഞു, രേവതി ഒരു കാര്യം ചെയ്യാം, ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. സച്ചേട്ടാ, കഴിച്ചിട്ടൊക്കെ പോയാൽ മതി. സമയമില്ല, എൻ്റെ ഫോണിൽ ചാർജും തീർന്നു. ഞാൻ ആ ഫോൺ അവിടെ കുത്തിയിട്ടിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പോകണമെന്ന് പറയണം. കഴിക്കാനൊന്നും നിൽക്കാൻ സമയമില്ല. പെട്ടെന്ന് കുളി കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ പോകുമെന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, സച്ചേട്ടാ അതിന് അധികം സമയമൊന്നും വേണ്ട. സച്ചേട്ടൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ ആഹാരം എടുത്ത് വെക്കാമെന്ന് പറഞ്ഞു. ആ സമയം ശ്രുതി ഇതെല്ലാം കേട്ടു. പറ്റിയ സമയം തന്നെ. ശ്രുതി ഇങ്ങനെ ആലോചിച്ചിട്ട് ഫോണിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുവാണ്. അപ്പോഴേക്കും സച്ചി അങ്ങോട്ട് തിരികെ വന്നു. സച്ചി വന്നിട്ട് ചിതെന്താ ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേന്ന് ചോദിക്കണം. സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്, കള്ളത്തരം പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതെന്താ, പെരയ്ക്കകത്തൂടെയാണോ വാക്കിങ് നടത്തുന്നതെന്ന് ചോദിച്ചു. ശ്രുതി പറഞ്ഞു, അതിനെന്താ, പെരയ്ക്കകത്തൂടെ നടക്കാൻ പാടില്ലെന്ന് ചോദിച്ചു. ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് സച്ചി കുളിക്കാൻ അങ്ങോട്ട് പോയി കയറി. മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് കുളിക്കാനായിട്ട്. ഈ സമയത്ത് ശ്രുതി ഇങ്ങനെ ആലോചിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എന്നിട്ടോ ഫോൺ എടുക്കാം. അപ്പൊ ആ മുറിയില് ചാർജിൽ ഫോൺ വെച്ചിട്ടുണ്ട്. അപ്പൊ സച്ചി ആ മുറിയിലാ കുളിക്കാൻ കയറിയിരിക്കുന്നേ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് പോയി ഫോൺ എടുക്കുവാണ്. ഫോൺ എടുത്തിട്ട് അത് നോക്കാൻ തുടങ്ങുന്ന സമയത്ത് സച്ചിയുടെ വിളി വരുന്ന രേവതിന്ന്. പെട്ടെന്ന് ആ ഫോൺ വെച്ചു. ഈ സമയത്ത് രേവതി എന്താ സച്ചേട്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് വരുവാണ്. എന്താ ചെയ്യണ്ടേ? ആ സമയം ശ്രുതിക്ക് ഒരു ഐഡിയ കിട്ടിയില്ല. ശ്രുതി പെട്ടെന്ന് ആ കട്ടിലിന്റെ അടിയിലേക്ക് കയറി. കാരണം ആ മുറിയിൽ എങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ രേവതിക്ക് സംശയം തോന്നൂല്ലോ എന്ന് ഓർത്തിട്ടാണ്. സച്ചി രേവതിയെ വീണ്ടും വിളിച്ചു. ഇതേ സച്ചിയേട്ടൻ, ഞാൻ ഇവിടെ എത്തി, കാര്യം എന്താ വെച്ചാ പറ. അതെ, ഞാനേ തോർത്തെടുക്കാൻ മറന്നുപോയി. ആ ടവലൊന്നും എടുത്തരാമെന്ന് ചോദിച്ചു. അതിനെന്താ, ഇതിനാണോ ഈ കിടന്ന് വിളിച്ചലറിയത്? എടുത്തരാന്ന് പറഞ്ഞുകൊണ്ട് രേവതി ടവൽ എടുത്തു കൊടുത്തു. താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് സച്ചി വീണ്ടും കുളിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ശ്രുതി പെട്ട് നിൽക്കുവാണ്. ദൈവമേ, എങ്ങനെ ഈ കട്ടിലിനടിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതിയാവുള്ളൂ. സച്ചി വന്ന് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർന്നു, അതോടുകൂടി നാണക്കേടാന്നൊക്കെ മനസ്സ് വിചാരിച്ചു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നേ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.